ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മുളക് വിളവെടുത്തതാണ് ഇത് ഇവിടുന്ന്. അപ്പോൾ ഇതേ കൂടെ കയറി കിടക്കുന്നുണ്ടോ, നല്ല നിത്യവഴുതനെയാണ്, നല്ല നീളത്തിലുണ്ടാകുന്നത്. അപ്പോൾ അവർ നമ്മുടെ മുളക് ചെടിയെ കൂടെയും പടർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ആദ്യം തന്നെ ഒന്ന് മുറിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുളകിൽ നിന്ന് വിളവെടുത്തു എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ. 1 കിലോ മുളകാണ് നമുക്ക് കഴിഞ്ഞ ദിവസം വിളവെടുക്കാൻ കിട്ടിയത്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ മുളകിന് എന്താണ് വളം കൊടുക്കുന്നത്, എങ്ങനെയാണ് വളം കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതുപോലെ പടർന്ന് കിടക്കുന്ന ഇത് മുറിച്ച് കളയാവേ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോണം, ഇത് കണ്ടോ, പൊട്ടി താഴേക്ക് വീഴുന്നത് നമ്മുടെ നിത്യവഴുതന പഴുത്തുണങ്ങിയതാണേ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിത് അയച്ചു തരാം. ഇതിങ്ങനെ പടർന്ന് കയറിയാലുണ്ടല്ലോ, നമുക്ക് ഏത് ചെടിയാണെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ വിളവ് കുറഞ്ഞു വന്നിയേക്കാകണ്ടോ. അപ്പോൾ അതിനെ ഞാൻ താഴേക്ക് ഇടുവാണ്. അപ്പോൾ നമ്മളിതിനകത്തെ ഈ കാടും പടലും എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞു. മുളകിനുണ്ടല്ലോ നല്ല പോലെ വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടേ ശ്രദ്ധിച്ചു തുടങ്ങണേ. മുളകിൻ്റെ തൈ നമുക്ക് നടുമ്പഴേ തന്നെ വളം ചേർക്കാവേ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതുപോലെ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നതാണേ. അപ്പം ഞാൻ കുറച്ച് മണ്ണിനെ ഇവിടുന്ന് ഇങ്ങനെ കുത്തി ഇളക്കുക. ഇച്ചിരി കുഴി വേണം ആ രീതിയിൽ നമ്മൾ നട്ടു വെക്കുമ്പോൾ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഇതിനകത്തേക്ക് കുറച്ച് ഡോളമൈറ്റാണേ. കുറച്ച് ഡോളമൈറ്റ്, അതായത് ഒരു ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഡോളമൈറ്റ് ഇട്ടതിന് ശേഷം ഇത് ജൈവവളമാണേ. അതിൻ്റെ ഇത്രയും ഒരു ശകലം കൂടി ഇടുന്നുണ്ട്. അത്രയും ജൈവവളം ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ചെടി വെക്കും. അപ്പോൾ ഈ ചെടിയുടെ വേര് വളർന്ന് നമ്മളിട്ട ഡോളമൈറ്റിൻ്റെയും വളത്തിൻ്റെയും ഒക്കെ അടുത്തെത്തണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും. അപ്പോഴത്തേക്കിന് ഇതിന് വേരോട്ടം ഉണ്ടാകും, വളം നല്ലവണ്ണം മണ്ണിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യും. അപ്പം ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇടും. ഇനി ഇതുപോലെ വളം ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ, ഞാനിപ്പോൾ ഈ തൈ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചാൽ കേടായി പോകുമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, ഇതുപോലെ നമ്മൾ തൈ മണ്ണിൽ നട്ടുപിടിപ്പിച്ച് വേരോട്ടമൊക്കെ തുടങ്ങി ഒരു 3-4 ഇലയൊക്കെ വന്നതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ചുവടിളക്കി വളം ചെയ്ത് കൊടുക്കാം. ഈ മുളക് നമ്മൾ കഴിഞ്ഞ ദിവസം കുഞ്ഞു മുളകിന് സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് കാണിച്ചതാണേ. അത് നല്ലോണം വളർന്നു കയറിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ തണുപ്പും നനവും നിലനിൽക്കാൻ വേണ്ടി മൾച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങോട്ട് വാരിയെടുക്കുവാണേ. അങ്ങനെ വാരിയെടുത്തിട്ട് ഒരു ചെടി ചുവട് പിടിച്ചതിന് ശേഷം നല്ലോണം ഇലയൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ചുവട് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി ജൈവവളം, അത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ നിങ്ങൾക്ക് എന്താണോ, ആട്ടിൻ വളവോ എന്താണോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ആ വളമിട്ടിട്ട് ഒന്നുകിൽ അതിൻ്റെ ചവിട്ടിന്ന് ശകലം മണ്ണ് ആ വളത്തിൻ്റെ മുകളിലോട്ട് കൂട്ടിച്ചേർത്തോണം. അല്ലെങ്കിൽ പുതിയ മണ്ണെടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട് മൂടി കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിത് അതേപോലെ ആ മൾച്ചിങ്ങിനെ എടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കും. ഇങ്ങനെ നമ്മൾ വളം ചെയ്യുന്നുണ്ടല്ലോ, ഈ മുളകിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 15 ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കുന്നതാണ്. അത് ഈ വളവോ അല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറിയോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ വളം ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് ആ വളം ചേർത്ത് കൊടുത്താലേ ഉള്ളൂ ചെടി നല്ല പോലെ പെട്ടെന്ന് വളരുകയും ചെയ്യുള്ളൂ, പെട്ടെന്ന് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങുകയും ചെയ്യത്തുള്ളൂ. നമുക്കിതേ ഈ മുളക് ചെടിയിലെ മുളകൊന്ന് വിളവെടുക്കാവേ. ഇത് കണ്ടോ, ഇതിലിപ്പോൾ കുറച്ച് മുളക് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നില്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഞാൻ ഇതേപോലെ എൻ്റെ മുളക് ചെടിയിൽ നിന്ന് പഴുത്ത മുളകുകൾ പറിക്കുന്നുണ്ടായിരുന്നേ. അതിനെ ഞാൻ വറ്റൽ മുളകാക്കി മാറ്റിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ല കിളിയിലാന്നാകാറായിട്ടുണ്ട് കണ്ടോ. കുറച്ചുകൂടെ ഉണക്കാനുണ്ട്, ഒരു 1-2 ദിവസം കൂടെ ഉണക്കുവാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുളക് പഴുത്ത് കിട്ടിയാൽ നിങ്ങളും വറ്റൽമുളകാക്കി മാറ്റിക്കോണം. അതിപ്പം നമുക്ക് കടുക് വറക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇടിമുളകായിട്ട്, മുളക് നമ്മൾ ഇടിച്ച് വെക്കത്തില്ലേ, ചതച്ച് വെക്കത്തില്ലേ, അതേപോലെ ചതച്ച് വെക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിനകത്തുനിന്ന് പഴുത്ത മുളക് ഇങ്ങോട്ട് പഴുത്തത് മാത്രമല്ല, ഞാൻ എല്ലാം പറിച്ചെടുക്കുന്നുണ്ടേ. ഇത് കണ്ടോ, ഇതേപോലെ ഇത് നമ്മുടെ സാധാരണ ഒരു പച്ചമുളകാണേ. അപ്പം നമുക്കിതിനകത്തെ മുളക് മുഴുവനും പറിച്ചെടുത്തിട്ട് വേണം നമുക്കിതിന് വളം ചെയ്യാനേ. അപ്പോൾ ഞാനിത് മുഴുവനും പറിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. അല്ലെ നമ്മൾ ഒത്തിരി സമയം എടുക്കുമല്ലേ ഇതിങ്ങനെ വിളവെടുത്ത് വരുമ്പോഴത്തേക്കിന്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറിച്ചെടുക്കുക. ഇതൊരു പ്രത്യേക ഇനം മുളകാണേ. ഇവിടുന്ന് നോക്കുമ്പം കളറ് പച്ചയാണ് കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പം കളറ് വയലറ്റാണ്. ഇതിങ്ങനത്തെ വിളഞ്ഞ് വരുന്നതേ ഉള്ളേ.
അപ്പോൾ ഇതിലൊരു 3-4 മുളകുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടേക്കണം. ഞാനിത് പഴുത്ത ഉടനെ നിങ്ങൾക്ക് പറിച്ചു തരാവേ. ഇത് ഇത്രയും മുളകാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതേ. നമുക്കൊരു ഇച്ചിരി മുളകും കൂടെ ഉണ്ട് പറിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വളം ചെയ്യാവേ. ഇതേ കുറച്ച് മുളകുണ്ടേ. ഇത് ബുള്ളറ്റ് മുളകാണേ. അപ്പം നമുക്കിത് ഇതിനെ കൂടെ അങ്ങ് വിളവെടുക്കാം. അപ്പം നിങ്ങളിത് ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു കണ്ടോ, പെട്ടെന്ന് വരുന്നൊരു സാധനമാണ് ഇത്. ചാഴിയാണേ. ഈ ചാഴിയെ കളയാനായിട്ട് നമുക്ക് പറ്റുന്നൊരു പണിയെന്ന് പറയുന്നത് നമ്മുടെ ബ്യുവേറിയ എല്ലാ ദിവസവും ഇതുപോലെ പിടിച്ചിരിക്കുമ്പം എല്ലാ ദിവസവും അങ്ങോട്ട് ഇതിൻ്റെ മുകളിലോട്ട് വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഇല്ലാതാകും. വേറെ എന്നാ ചെയ്തെന്ന് പറഞ്ഞാലും പോകുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് വിളവെടുക്കാം. ഈ ചാഴിയെ കളഞ്ഞില്ലെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ കമ്പയിലിരുന്ന് നീരൂറ്റി കുടിച്ചിട്ട് കമ്പ് ഉണക്കി കളയും കേട്ടോ. അതുകൊണ്ട് ഈ ചാഴിയുടെ ശല്യം വന്ന ഉടനെ തന്നെ മാറ്റണം. അത് പെട്ടെന്നാണ് അവരിങ്ങനെ വന്ന് ലൈൻ പോലെ അങ്ങോട്ടായി തീരുന്നത്. അപ്പം ഞാനിന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം ഞാനിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് വീണ്ടും കാണിച്ചു തരാം, ഇവന്മാരില്ലാതായി കിട്ടിയാൽ. അപ്പോൾ ഈ മുളകേല മുളക് കണ്ടല്ലോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് വിളവെടുക്കുവാണ്. അതുപോലെ ഇതേ കുറച്ച് മുളകുണ്ടേ, കണ്ടോ, ഇതും കൂടെ പറിച്ചെടുത്തിട്ട് കാണിക്കാം. നമുക്കിത് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ടേ. ഇനി ഇവിടെ നിൽക്കുന്നൊരു മുളകിൻ്റെ ചെടിയുണ്ട്. ഇത് ഭാസ്കര മുളകാണേ. കണ്ടോ, ആർക്കെങ്കിലും ഇതിൻ്റെ വിത്ത് വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, തരാവേ. ഇതുപോലെ പഴുത്ത മുളകുകളുണ്ട്. 2 കളറാണ്. അത് വയലറ്റ് വരെയും ഒരു ചെറിയ ഇതേപോലത്തെ ഒരു കളറാണ് അല്ലാത്ത വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ കളറാണ് വരുന്നത്. നല്ല മുളകാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് പറിച്ചെടുത്തിട്ട് കാണിക്കാവേ. നമ്മളിപ്പം വറ്റൽമുളക് പോലെ ഉണ്ടാക്കാനായിട്ട് ഉണക്കുകയല്ലേ, അങ്ങനെ ഉണക്കാനായിട്ട് ഇതുപോലെ പഴുത്ത മുളകും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു മുളകും നമ്മൾ കളയണ്ട. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുളകുകൾ പഴുത്ത് കിട്ടുവേ. നമ്മുടെ തക്കാളി കണ്ടോ, ഇതുപോലെ കണ്ടോ കളർ ആണ്ടതേ പച്ച ഒരെണ്ണം പറിച്ച് കയ്യിലോട്ട് കൊടുത്തു. ഇവിടെയൊക്കെ കിടപ്പുണ്ടേ, കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം വിളവെടുക്കാവേ. നമ്മുടെ കാബേജ് കണ്ടോ, ഇത്രയും കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം മഞ്ഞ് കുറവാണ്, അതുകൊണ്ട് ഇനിയും കൂടി ഉണ്ടാവുമോ എന്നറിയത്തില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടെ ആയിക്കഴിയുമ്പം ഇതിനെ വിളവെടുക്കാം കേട്ടോ. കട്ടി പിടിച്ച് വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ മുളക് വിളവെടുത്ത് കഴിയുമ്പോൾ ചെയ്യുന്നതിനാണെന്നറിയോ, ഇതിൻ്റെ ചുവടൊന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുവേ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ചുവട്ടിലോട്ട് നമുക്ക് മണ്ണിനെ അങ്ങോട്ട് കൂട്ടി കൊടുക്കാം. അങ്ങനെ മണ്ണ് ഇളക്കി ചുവട്ടിലോട്ട് കൂട്ടിയതിന് ശേഷം ചെയ്യുന്നതിനാണെന്നറിയോ, ഏതെങ്കിലും ഒരു ജൈവവളം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണേ. അപ്പം ഞാൻ ചാണകപ്പൊടി കുറച്ച് നമ്മുടെ ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുവേ. അതേപോലെ തന്നെ നമുക്ക് ഇതിനും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ചുവട്ടിലെ മണ്ണിനെ നമ്മളൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, സപ്പോർട്ട് കൊടുത്തിരുന്ന കമ്പ ഞാനത് മാറ്റി കുത്തിട്ടല്ലേ, ഇടയില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് അതിനും ഇതേപോലെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം ചെയ്യുന്നത് എന്നാണെന്നറിയോ, കുറച്ച് മണ്ണിട്ടിട്ട് ഇതങ്ങോട്ട് മൂടിക്കൊടുക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത വളം കണ്ടോ, ഇതേപോലെ നല്ലോണം മൂടിക്കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇതിന് ചെയ്യാനുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഞാൻ വലിപ്പം കുറച്ചുകൂടെ നമ്മൾ ഇതൊക്കെ ഇടുന്ന അവസരത്തിൽ കൊള്ളാതെ വരുമ്പോഴും ഞാനിത് തുറന്ന് വെക്കുവാണേ. ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ ഈ വളം ഇട്ടില്ലേ, അതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും മൾച്ചിങ്, പച്ച ഇലകൾ കൊണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ കൊണ്ടോ അല്ലെങ്കിൽ ചക്കമടലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നല്ലവണ്ണം പുതയിട്ട് കൊടുക്കാം. അങ്ങനെ പുതയിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊരു വളം ഒഴിക്കാനുണ്ടേ. അത് നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് വരാം. ഇത് കുറച്ച് കഞ്ഞിവെള്ളമാണേ. ഇതിനകത്തേക്ക് ഇത് കടലപ്പിണ്ണാക്കാണ്. ഇതിൻ്റെ ഒരു പിടി എൻ്റെ ആവശ്യമുള്ളൂ കണ്ടോ. ഇതുപോലെ ഒരു പിടി കടലപ്പിണ്ണാക്കിടുക. അതിനകത്തേക്ക് ഇത് കുറച്ച് ചാരമാണേ. ആ ചാരത്തിൻ്റെ ഒരു പിടി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ടേ. ഇതുപോലെ 1 സ്പൂണ് എപ്സം സോൾട്ട് കണ്ടോ. ഇത്രയും സാധനം ഇട്ടിട്ട് ഇതിനെ നമ്മളൊരു 3 ദിവസം വെച്ച് പുളിപ്പിക്കണം. അങ്ങനെ പുളിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് കണ്ടോ. അപ്പോൾ നമ്മളിതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കണ്ടോ.
ഇതുപോലെ പിണ്ണാക്ക് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചതാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഉണ്ടായിരുന്നു, അത് സാരമില്ല. അപ്പം ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇരട്ടിയായിട്ട് നേർപ്പിക്കണം. അതായത് ഈ ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിക്കുവേ. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് വരാവേ. ഇനി നമ്മളിതേ ഈ ഇരട്ടിയായിട്ട് നേർപ്പിച്ച ഈ വളം കുറച്ച് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചെടുക്കാവേ. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് എന്നാക്കിയാണ് ചേർത്തതെന്ന് കണ്ടല്ലോ. ഇത് നമ്മളിതേ ഇങ്ങനെ ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും. ചുവട് നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ അത് മുളകിന് മാത്രമല്ല ഏത് തരത്തിലുള്ള ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഈ വളം. കണ്ടോ? ഇത് ദേ തക്കാളിയാണ്, കായ്ച്ചു തുടങ്ങിയതാണ്. അപ്പം ഞാൻ കുറച്ച് വളം ഇവർക്കൂടെ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ മുളക് വിളവെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ കൂടെ കാണാനുണ്ട്, വിളവെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം. ഇത് നമ്മുടെ ഒരു ചെറിയ ചാമ്പയാണേ. ഇതേ ചാമ്പയ്ക്ക ഞാൻ കാണിച്ചു തരാം. കണ്ടോ? നല്ല സൂപ്പറാണ്. ഇതേ വേറെ ഉണ്ടേ. കണ്ടോ? കൊലയായിട്ട് കിടക്കുന്ന കണ്ടോ? ഉണ്ടോ താഴെപ്പോയി. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇനി ഇവിടെ ഇല്ല, വിളഞ്ഞിട്ടില്ല. കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വരുന്നതാണ്. കണ്ടോ? ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കുവാണേ. അപ്പം നമുക്കിത് ഇതൊന്ന് തിന്നു നോക്കാവേ. സൂപ്പറാണോ അല്ലേന്ന് അറിയണ്ടേ? ഇത് ഹൈബ്രിഡ് ചാമ്പയാണേ. അത് നീ ഒന്ന് തിന്നു നോക്കിയടാ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ തായ്ലാൻഡ് ചാമ്പയല്ലേ കാണിക്കുന്നത്, ഇങ്ങനത്തെ ചാമ്പയും നല്ലതാ. മധുരമുണ്ടോ? അത് നമ്മുടെ സീതപ്പഴമാണേ. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരെണ്ണം പോലും തിന്നാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിനാണെന്നറിയോ, കൂട് കെട്ടിയിടാൻ പോകണേ. അപ്പോൾ ഇത് പഴുക്കാറൊന്നും ആയതല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടി ചെറിയൊരു വെട്ടിട്ടിട്ടാണ്, എങ്ങാനും മഴയൊക്കെ പെയ്ത് വെള്ളം കയറുവാണെങ്കിൽ പോകണ്ടേ, അതിനൊരു ചെറിയ വെട്ടിട്ടിട്ടാണ് കെട്ടിയിടുന്നത്. പക്ഷേ ഈ വെട്ടിട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതെന്നാണെന്നറിയോ, ഈ വെട്ടിനകത്തൂടെ മാങ്ങ പഴുത്ത മണം പുറത്ത് വന്നായിരുന്നു. ആ മാങ്ങായും കൊണ്ട് മരപ്പെട്ടി അന്നേരവും പോയി. അതിന് നമുക്കൊരു ചെറിയൊരു സംവിധാനം ചെയ്തിട്ടേക്കാം. ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു 3-4 എണ്ണം ഇച്ചിരി വലുതായതുകൊണ്ട് അവർക്ക് 3 പേർക്ക് നമുക്ക് ഇതുപോലൊരു കൂടിട്ട് കൊടുക്കാം. ഞാൻ ഈ കടയിൽ നിന്ന് കൊണ്ടിരുന്ന കൂടുണ്ടല്ലോ, ആവശ്യം കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കെട്ടിയിടും. കാരണം നമ്മൾ ഈ കൂട് സൂക്ഷിക്കുന്നിടത്ത് ഇട കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കൂടിങ്ങനെ വലുതായിട്ട് ചുരുട്ടി കൂട്ടിയിടുന്നതെങ്കിൽ ഒത്തിരി വീർത്തിരിക്കും. ഇങ്ങനെ നമ്മൾ ചുരുട്ടിയിട്ട് കെട്ടിയിടുന്നതെങ്കിൽ ഇച്ചിരി സ്ഥലം മതി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പണിയാണേ. അടുത്തതിനെ ഇതേപോലെ കയറ്റിയിട്ട് കെട്ടിയിടും. കണ്ടോ? ഇത് കണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടപ്പം 2 സപ്പോർട്ട ഉണ്ട്. ഇനി ബാക്കി 2 എണ്ണം കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ. ഇതിനകത്തുനിന്ന് കണ്ടോ, ഇത് പഴുക്കാറായതുകൊണ്ടാണ് ചോന വരാത്തത്. കണ്ടോ? പഴുക്കാറായത്. നമുക്കിത് അരിപ്പെട്ടിക്കകത്ത് വെച്ച് പഴുപ്പിക്കാവേ. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഇത് പറിച്ച് താഴെ ഇട്ടിരിക്കുക. കണ്ടോ? വിളഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു നല്ല മണം വന്നു തുടങ്ങും. ആ സമയം ഇവർക്കറിയാം എന്ത് കടിച്ചിരിക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് തിന്നാൻ പേടിയാണ്. ഈ വാവലായാലും ഒക്കെ ഇപ്പം വിഷമാണെന്നൊക്കെ പറയുന്ന കാരണം, പണ്ടൊക്കെയാണെങ്കിൽ വാവൽ കടിച്ച ഭാഗം കൊണ്ട് കടിച്ച് ദൂരോട്ട് കളഞ്ഞിട്ട് ബാക്കി തിന്നും. പക്ഷേ ഇപ്പോൾ പേടിയാണ് നമുക്ക്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുന്ദരിച്ചീരയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി, ഒരെണ്ണം മതി നമുക്ക് തോരൻ വെക്കാൻ. ഇന്ന് ഞാൻ രാവിലെ വന്ന് ഇവിടുന്ന് 2 കമ്പ് മുറിച്ചുകൊണ്ട് പോയതാണേ. ബാക്കി കമ്പുകൾ നമുക്കിന്നൊന്ന് മുറിച്ചെടുക്കാം. ഒരു തോരന് കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരു ചുവട് മാത്രമേ എനിക്കിവിടെ സുന്ദരിച്ചീര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചീരവിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കിളുത്ത് നിൽക്കുവാണ്. ഞാൻ കുറച്ചെണ്ണം ഇന്ന് പറിച്ച് മാറ്റി നടാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കും. ഈ ശിഖരങ്ങൾ മാത്രം, അതിനോട് കൂടി ചേർന്നൊരു വലിയ ഇലയും കാണും. അതങ്ങ് നമ്മൾ മുറിച്ചെടുത്തിട്ട് ആ തണ്ട് വേണമെങ്കിൽ ഇളത്തയാണെങ്കിൽ നമുക്കത് മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞാലും ഇതേ വീണ്ടും ശിഖരങ്ങളും ഇലകളും വന്നോളും. അങ്ങനെ നല്ലൊരു ഇനം ചീരയാണ് നമ്മുടെ സുന്ദരിച്ചീര എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇതെടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം. നിങ്ങൾ തന്നെ പറയും, ഞങ്ങളിനി ഈ പ്രാവശ്യം തന്നെ സുന്ദരിച്ചീര വാങ്ങിച്ച് നടാൻ പോകാമെന്ന് പറയേ. ഇത് കണ്ടോ? ഇത്രയും ചീര കിട്ടിയാൽ പോരെ നമുക്കൊരു തോരന്. സാധാരണ ഒരു വീട്ടിലേക്ക് ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സുന്ദരിച്ചീര കൂടാതെ കുറച്ച് ചുവപ്പ് ചീരയും കൂടെ കട്ട് ചെയ്തെടുക്കുവാണേ. കണ്ടോ? അപ്പോൾ ഇതിനി ഇച്ചിരി മുകളിലോട്ട് കയറ്റിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിനി ശകരം വെച്ച്
വീണ്ടും വന്നോളും. അല്ലെങ്കിൽ നമുക്കിതങ്ങ് വളർച്ചയില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് പുതിയ തൈകളെ നടുകയും ചെയ്യാവേ. ഇത് കണ്ടോ, ഞാനിപ്പോൾ പറിച്ച് നട്ട് തുടങ്ങിയിട്ടുണ്ട് സുന്ദരി ചീരയെ. അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചീരവിത്ത് ഇതുപോലെ ചീര തൈകളെ മാറ്റി നടുന്നതിന് മുന്നേ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണേ. അപ്പോൾ ആ വെള്ളം ഇറങ്ങുമ്പം ഇതിൻ്റെ വേരിന് നല്ല ഇളക്കം വരും. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഇച്ചിരി വലിച്ചു പറിച്ചെടുക്കുന്ന നല്ല പൊക്കിയെടുത്താലും അതിൻ്റെ വേര് പൊട്ടാതിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നടാനുള്ള മണ്ണും ഒന്ന് ഇളക്കി വെച്ചോണേ. അപ്പം ഞാൻ ഇതേപോലെ മണ്ണ് ഇളക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ കണ്ടോ, ഓരോ ചീരയും. അപ്പം ചീര എപ്പോഴും നമ്മൾ വൈകുന്നേരങ്ങളിലേ മാറ്റി നടാവുള്ളൂ. അപ്പം നാളത്തേക്കിന് തന്നെ അവർ ചൂടായി കഴിയും. നാളെ വേണമെങ്കിൽ ഒരു ചെറിയ തണൽ കൊടുത്താൽ മതി. അതേസമയം നമ്മൾ രാവിലെകളിലും ഒക്കെയാണ് മാറ്റി നടുന്നതെങ്കിൽ അവരെ ഒന്ന് ചൂട് പിടിച്ച് കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. ഇതേ ഉള്ളതിലേക്കും വലിപ്പം കൂടിയവരെയാണ് ഞാൻ മാറ്റി നടുന്നത്. അപ്പം അത് തീർന്നു കഴിയുമ്പം അവരുടെ ഇട അവിടെ ഇട്ടേക്കണം. ബാക്കി അതുപോലെ തന്നെ വളർന്നു വന്നതിന് ശേഷം മാറ്റി നട്ടാൽ മതി കേട്ടോ. നമ്മൾ തിരക്കൊന്നും കൂട്ടണ്ട. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കുറച്ചെണ്ണം ഇവിടെ കൂടെ നടാൻ പോവുകയാണേ. എൻ്റെ ദൈവമേ, ഞാൻ 2 ദിവസത്തേക്കിന് ഇവിടെ ഇല്ല. ഇവന്മാർ ഞാൻ വരുമ്പോഴത്തേക്കിന് വെള്ളം ഒഴിക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം വന്നിട്ട്. അപ്പോൾ ഇവന്മാരുടെ കള്ളത്തരെല്ലാം പൊളിയും. ഇവരെ രണ്ടിനെയും കൂടെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇതുപോലെ ശരി ഇടയിട്ട് അങ്ങോട്ട് നട്ടോണം കേട്ടോ. അപ്പം ഞാനിത് മുഴുവനും നട്ടിട്ട് കാണിക്കാവേ. ഇതുപോലെ കുറച്ച് വെള്ളം ഇവർക്ക് നട്ട് വെച്ചതിന് ശേഷം തളിച്ചൂടെ കൊടുക്കണം. മണ്ണ് മൂടിപ്പോകാത്ത പോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. കുറേശ്ശേ കൊടുക്കാവുള്ളൂ. നമ്മളിപ്പം മണ്ണൊക്കെ ഇളക്കി വെച്ച് അങ്ങോട്ട് നട്ടതല്ലേ. അപ്പോൾ ഇത് വൈകുന്നേരം ആയതുകൊണ്ട് നാളത്തേക്കിന് തന്നെ ചൂട് പിടിക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ വിളവെടുത്ത മുളക് എത്രയുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമുക്ക് 1 കിലോ കിട്ടിയതാണേ. അപ്പം ഞാൻ ഇതിലോട്ട് വെച്ചിട്ട് കണ്ട 1 കിലോ ഇല്ല, ഒരു 900 ഗ്രാം ഉണ്ട് കേട്ടോ. 1 കിലോയ്ക്ക് ഒരു കുറച്ച് കുറവുണ്ട്. പക്ഷേ അത്രയും മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ കിട്ടിയ പച്ചമുളക്, ഇതുപോലെ കിട്ടിയ പഴുത്ത മുളകിനെ വറ്റൽമുളകാക്കി മാറ്റുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും മുളക് പറിച്ചിട്ടുണ്ട്. ഇതിനകത്തും കുറച്ച് പഴുത്ത മുളകുണ്ട്. അതിനെ നമുക്ക് ഇതേപോലെ വറ്റൽമുളകാക്കി മാറ്റാം. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.